ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കല്ലേക്കാട് കിഴക്കഞ്ചേരിക്കാവ് ജംഗ്ഷനിൽ നിന്ന് 500 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ടോട്ടൽ 3.9 സെൻറ്റ് സ്ഥലം, 4 സെൻറ്റിന് കുറച്ച് കുറവ്, 1750 സ്ക്വയർ ഫീറ്റ് വീട്. 3 ബെഡ്റൂമാണ് ഉള്ളത്. ഒരെണ്ണം താഴെയും 2 മേലെയും, 3 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. ചുറ്റുവട്ടം സ്ഥലം നോക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കണ്ടോ, അത്യാവശ്യം ചെറിയ സ്പേസേ ഉള്ളൂ. പക്ഷേ കംപ്ലീറ്റ്ലി ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം സ്പേസ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ലെൻസിലൊക്കെ വെള്ളം വീണ് കുറച്ച് ബ്ലിങ്ക് ആയിട്ടുണ്ട്. റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു ഏരിയ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ചുറ്റുവട്ടുള്ള ഏരിയ. ഇവിടെ കാർ പോർച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. കയറുമ്പോൾ തന്നെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടണം കേട്ടോ. കുറച്ചൊന്ന് വീഡിയോയിൽ ബ്ലിങ്ക് കാണുന്നുണ്ടാവും, അത് മഴത്തുള്ളികളാണ്. കണ്ടില്ലേ, നല്ല വിശാലമായിട്ട് നമുക്ക് ഫ്രണ്ടിലൊക്കെ വന്ന് വൈകുന്നേരം ഇരിക്കാൻ പാകത്തിന്. ഫ്രണ്ടിൽ നല്ല തേക്കിന് നല്ലൊരു ഡോറ്. അത് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. അതിൽ തന്നെയാണ് ഒരു പൂജാ റൂമും അവർ കൊടുത്തിരിക്കുന്നത്. ഈ വീട് വന്നിട്ട് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ. 3 ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡാണ്. ലിവിങ് സ്പേസ് നല്ല രീതിയിൽ മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊക്കെ നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ. ഇവിടെ കോമൺ ആയിട്ടൊരു വാഷ്റൂമും ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ആ ബെഡ്റൂമിനോട് ഇത് അറ്റാച്ച്ഡുമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോമൺ ആണ്, ആ ഡോർ തുറന്നാൽ ഇത് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ താഴത്തെ ബെഡ്റൂമിന് കോമൺ ആയിട്ടും അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു വാഷ്റൂം ഉള്ളത്. ഇവിടെ നമ്മൾ നേരെ താഴത്തെ ആ ബെഡ്റൂമിലേക്ക് കയറാം. ഓക്കെ, ഇതാണ് ബെഡ്റൂം വരുന്നത്, താഴത്തെ ബെഡ്റൂം. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടുന്ന് ആ ഡോറാണ് നമ്മൾ കണ്ടത്. ആ ഡോർ വഴി നമുക്ക് നേരെ ബെഡ്റൂം ഒന്നും ഈ ഒരു വാഷ്റൂം യൂസ് ചെയ്യാം. ഇപ്പോൾ കയറുന്ന ആൾ മറ്റേ ഡോറ് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ നമ്മൾ നേരെ ഡൈനിങ് സ്പേസ് നമുക്ക് നേരെ കിച്ചണിലോട്ട്. ഇവിടെ നമ്മുടെ കിച്ചൺ വരുന്നത് കിഴക്ക് ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ സി ഷേപ്പിൽ കംപ്ലീറ്റ് വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് എക്സ്ട്രാ വീണ്ടും കബോർഡിൻ്റെ വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുള്ള ഏരിയ. ഇവിടെ നമുക്ക് നെറ്റ് മസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുണ്ട്, ഡോർ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഇരുമ്പിൻ്റെ ഒരു ഡോറാണ് വെളിയിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ പിന്നെ ഡൈനിങ് സ്പേസിലേക്ക്. ഇവിടെ നമ്മൾ നേരെ മേലെ സ്റ്റെയർ കയറാം. അപ്പോൾ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് കബോർഡിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടറൊക്കെ വെക്കാൻ പാകത്തിന് സ്പേസ് ഉള്ള നല്ലൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരെ സ്റ്റെയർ കേസിലൂടെ മേലേക്ക്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നോക്കുമ്പോൾ ഇവിടെയും അത്യാവശ്യം കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട്. ചെറിയൊരു ലിവിങ് സ്പേസ്. അവിടെ നമ്മൾ ഒരു കബോർഡുകളൊക്കെ വെച്ചതുകൊണ്ട് അത്യാവശ്യം സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ സ്റ്റഡി റൂമായിട്ട് ഈ ഒരു സ്പേസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നേരെ ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ മേലത്തെ ഭാഗം നോക്കി ഒരു ചെറിയൊരു കർവാണ് നമുക്ക് കാണാൻ പറ്റും. അത് ആ ഫ്രണ്ടിലുള്ള ഡിസൈനിനനുസരിച്ച് കൊടുത്തിരുന്നതാണ്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഇതിനോടുള്ളിൽ വാഷ്റൂം, നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂംസ് തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഗീസർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഈ ഒരു ബെഡ്റൂം നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബെഡ്റൂം. ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് അത്യാവശ്യം സ്പേസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്രണ്ടിലേക്കുള്ള ബാൽക്കണിയാണ് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് കൊടുക്കുന്നത്. ഒരു ഇരുമ്പിൻ്റെ ഡോർ എക്സ്ട്രാ ഉണ്ട്. ഇതാണ് നമുക്ക് ബാൽക്കണി ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാൽക്കണി കേട്ടോ. താഴെ നമ്മൾ കണ്ട ഒരു സിറ്റ് ഔട്ടിൻ്റെ അത്രയും വലുപ്പത്തിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. നല്ല ചുറ്റുവട്ടം ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഹൈവേ എന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു 500 മീറ്റർ മാത്രമാണ് ഇവിടേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് KSRTC നോക്കുമ്പോൾ നമുക്കൊരു 10-15 മിനിറ്റിൽ KSRTC എത്താൻ പറ്റും. ഇതും അറ്റാച്ച്ഡാണ്. ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡാണ്. വാഷ്റൂം കാണാം. അതുപോലെ നമുക്ക് ലുലു മാളിലേക്ക് ഒരു 20 മിനിറ്റ്സ് ഒക്കെ മതി ഇവിടുന്ന് ലുലു മാളിൽ പോകാനായിട്ട്.
അതുപോലെ തന്നെ നമുക്ക് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ്സ് അത്ര മതി. ഇത് ശരിക്കും ഒരു ഓപ്പൺ ടെറസാണ്. അതിന് അവർ മേലെ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് സീലിംഗ് ഒക്കെ ഡ്രസ് വർക്കിൽ നിൽക്കുന്ന കേട്ടോ. ചെയ്തൊരു ഓഫീസ് റൂം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഓഫീസ് സ്പേസ് അവരുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇവിടുന്ന് മേലേക്കുള്ള സ്റ്റെയർ ഈ ഭാഗത്ത് നിന്ന് ഇതൊരു ഓപ്പൺ ടെറസ് ആയിരുന്നു, അതിനെ അവർ കവർ ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ടെറസിൻ്റെ മേലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ട്യൂഷൻ നടത്താൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട്. 3 വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ വെല്ലിലെ വെള്ളം സ്റ്റോർ ചെയ്യാൻ, അതുപോലെ തന്നെ ബോർവെല്ലിലെ വെള്ളം സ്റ്റോർ ചെയ്യാൻ, അതേപോലെ തന്നെ നമുക്ക് പൈപ്പ് ലൈൻ കണക്ഷനിലുള്ള വെള്ളം സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഓപ്പൺ മേലെ ഏറ്റവും ടെറസ് ഓപ്പൺ ആയിട്ടുള്ള ആ ഭാഗത്ത് ഡ്രസ് വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്യൂഷൻ സെൻ്ററൊക്കെ നടത്താനുള്ള അത്രയും സ്പേസ് ഉണ്ട്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വെക്കാനായിട്ട് നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ഹാള് തന്നെ മേലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് ഞാൻ പറഞ്ഞു, ഓപ്പൺ വെല്ലിൻ്റെ വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ബോർവെൽ വാട്ടർ ഉണ്ട്, പിന്നെ പൈപ്പ് ലൈൻ ജലനിധി കണക്ഷനും ഇതിനകത്തുണ്ട്. ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഒരു 55 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് KSRTC ബസ് സ്റ്റാൻഡ് നോക്കുമ്പോൾ 8 കിലോമീറ്റർ ഒരു 15 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോഴും ദൂരവും വരുന്നത്. ലുലു മാളിൽ നിന്നൊരു 15 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു 20 മിനിറ്റ്സ് സംതിങ് ഉണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3 to 3.5 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു 5-6 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ. അപ്പോൾ ഹോസ്പിറ്റൽ, കോളേജുകൾ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വ്യാസവിദ്യാപീഠം വരുന്നുണ്ട്. അതുപോലെ തന്നെ കോറിഡോർ ഇൻ്റർനാഷണൽ സ്കൂൾ വരുന്നുണ്ട്. ഇവിടുന്ന് പാലക്കാട് ടൗണിലേക്ക് നമുക്കൊരു 15 മിനിറ്റ്സ് ദൂരമുള്ളൂ. അങ്ങനെ സ്കൂളുകളായാലും കോളേജുകളായാലും അമ്പലങ്ങളായാലും പള്ളികളായാലും ചർച്ച് അടക്കം എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നൊരു സൂപ്പർ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിന് ആൾറെഡി ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഈ ഒരു 3.9 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റ് 3 BHK അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 55 ലാക്സ് ആണ്. അതും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക, അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.